നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ട്രിനിറ്റി മാർത്തോമ ഇടവക മിഷൻ കൺവെൻഷൻ സെപ്റ്റംബർ 18 മുതൽ ഡോക്ടർ ജോർജ് ചെറിയാൻ തിരുവചന സന്ദേശം നൽകും. പരിശുദ്ധ കാതോലിക്ക ബാവയുടെ ഹ്യൂസ്റ്റൺ സന്ദർശനം സെപ്റ്റംബർ 20 മുതൽ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഇടവകയുടെ പുനഃപ്രതിഷ്ഠയും കൽക്കുരിശു കൂദാശയും. സെന്റ് തോമസ് മാർത്തോമ ഇടവക സേവിക സംഘദിനം ആചരിച്ചു. ഷിക്കാഗോ മലയാളി അസോസിയേഷൻ വാർഷിക പൊതുയോഗവും ഫൊക്കാന പ്രതിനിധി തിരഞ്ഞെടുപ്പും ഒക്ടോബർ 26-ന്. ന്യൂയോർക്ക് കേരള സമാജം ഓണാഘോഷം വർണ്ണശബളമായി. വാർത്തകൾ വിശദമായി. ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ഇടവകയിലെ ഇടവക മിഷന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ കൺവെൻഷൻ സെപ്റ്റംബർ 18, 19, 20 തീയതികളിൽ നടത്തപ്പെടും. ട്രിനിറ്റി ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന കൺവെൻഷൻ യോഗങ്ങൾ ഇടവക ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷയോടുകൂടി വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കും. പ്രമുഖ ദൈവശാസ്ത്ര ചിന്തകനും കൺവെൻഷൻ പ്രാസംഗികനും മിഷൻസ് ഇന്ത്യ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ജോർജ് ചെറിയാൻ ദൈവവചന പ്രഘോഷണത്തിന് നേതൃത്വം നൽകും. കൺവെൻഷൻ യോഗങ്ങളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഏവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നതായി ഇടവക മിഷൻ ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വികാരി റവറൻ ജിജു എം ജേക്കബ്, അസിസ്റ്റന്റ് വികാരി റവറൻ ജീവൻ ജോൺ, വൈസ് പ്രസിഡന്റ് ജോൺ കുരുവിള, സെക്രട്ടറി എബ്രഹാം ഇടിക്കുള, ട്രഷറർ ബാബു ടി ജോർജ് എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് മലയാളി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലിത്തയും കിഴക്കിന്റെ കാതോലിക്കയുമായ പരിശുദ്ധ മോറോൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ക്രിസ്തു സന്ദർശനത്തിനായി ഹ്യൂസ്റ്റണിലെത്തുന്നു. കരുണയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രവാചകനായ പരിശുദ്ധ ബാവ തിരുമേനി സെപ്റ്റംബർ 20, 21 ശനി, ഞായർ തീയതികളിൽ ഹ്യൂസ്റ്റണിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 20, 21 തീയതികളിൽ അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന് കീഴിലുള്ള ഹ്യൂസ്റ്റൺ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഇടവകയുടെ വിശുദ്ധ മദ്ബഹായുടെ പുനഃപ്രതിഷ്ഠയും കൽക്കുരിശു കൂദാശയും കാതോലിക്ക ബാവ പൂർത്തീകരിക്കും. അന്നേ ദിവസങ്ങളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ്, കോർ എപ്പിസ്കോപ്പമാർ, വന്ധ്യവൈദികർ എന്നിവർ സഹകാർമ്മികരായിരിക്കും. 20-ന് വൈകിട്ട് ദേവാലയത്തിൽ എത്തിച്ചേരുന്ന പരിശുദ്ധ പിതാവിനെ വൈദികരും ഇടവക ജനങ്ങളും ചേർന്ന് ഭക്തിയാദരവോടെ സ്വീകരിക്കും. തുടർന്ന് കൽക്കുരിശിന്റെ കൂദാശയും സന്ധ്യാനമസ്കാരവും വിശുദ്ധ മദ്ബഹായുടെ പുനഃപ്രതിഷ്ഠയും പൂർത്തിയാക്കും. തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. 21-ന് ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരവും പ്രാർത്ഥനയും, അതേ തുടർന്ന് വിശുദ്ധ കുർബാനയും പരിശുദ്ധ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നിർവഹിക്കും. ദേവാലയത്തിലേക്ക് ആദ്യമായി എഴുന്നള്ളുന്ന പരിശുദ്ധ പിതാവിന്റെ സ്വീകരണം അനുഗ്രഹപൂർണമാക്കാൻ ഇടവക വികാരി ഫാദർ ജോർജ് സജീവ് മാത്യു, ഇടവക ട്രസ്റ്റി ഷിജിൻ തോമസ്, സെക്രട്ടറി ബിജു തങ്കച്ചൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി. സെന്റ് തോമസ് മാർത്തോമ ഇടവക സെപ്റ്റംബർ 14 ഞായറാഴ്ച സേവികാ സംഘ ദിനമായി ആചരിച്ചു. ജെസിക്ക ജോസഫ് അൽമായ ശുശ്രൂഷകയായും സൂസന്ന സാമുവൽ, നിത അരുൺ എന്നിവർ ശുശ്രൂഷ സഹായികളായും പ്രവർത്തിച്ചു. സുജ സക്കറിയ, ബോബി ജോൺ എന്നിവർ 1ഉം 2ഉം പാഠഭാഗങ്ങൾ വായിച്ചു. അഞ്ജു പോൾ, ഷീബ മാത്യു എന്നിവർ സ്തോത്ര കാഴ്ചയ്ക്ക് നേതൃത്വം നൽകി. ജൂലി സക്കറിയ ട്രിനിറ്റി മാർത്തോമ ഇടവക അംഗം വചന ശുശ്രൂഷ നിർവഹിച്ചു. ഗ്രേസി വർഗീസിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം സിസി ജോൺ, ക്രിസ്റ്റീന സാം എന്നിവർ കയ്യസൂരി ശുശ്രൂഷയ്ക്ക് സഹായിച്ചു. മലങ്കര മാർത്തോമ സഭ സെപ്റ്റംബർ 14 ഞായറാഴ്ച ആഗോള സേവികാ സംഘ ദിനമായി ആഹ്വാനം ചെയ്തതിൻ്റെ ഭാഗമായാണ് ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെട്ടത്. തദവസരത്തിൽ മണിപ്പൂരിലെ കലാപത്തിൽ വേദന അനുഭവിക്കുന്ന കുട്ടികൾക്കായി പ്രത്യേക സ്തോത്ര കാഴ്ചയും ശേഖരിച്ചു. ഷെലിൻ ജോൺ സ്വാഗതവും സെക്രട്ടറി ഡാലി ജോർജ് നന്ദിയും അർപ്പിച്ചു. സെന്റ് തോമസ് സേവികാ സംഘാംഗങ്ങൾ പ്രത്യേക ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മലയാളി. ഷിക്കാഗോ മലയാളി അസോസിയേഷൻ വാർഷിക പൊതുയോഗവും ഫൊക്കാന പ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പും ഒക്ടോബർ 26-ന് വൈകിട്ട് 3-ന് അസോസിയേഷൻ ഹാളിൽ നടക്കും. 2025-23 കാലയളവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിനാൽ 2025-27 ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ചുമതല കൈമാറൽ ചടങ്ങും ഇതിനോടനുബന്ധിച്ച് നടക്കും. ഫൊക്കാന പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ താൽപ്പര്യമുള്ളവർ നിശ്ചിത ഫോറത്തിൽ അപേക്ഷ ഫീസ്
$50 സഹിതം ഒക്ടോബർ 18 6 മണിക്കകം സെക്രട്ടറിക്ക് നോമിനേഷനുകൾ സമർപ്പിക്കേണ്ടതാണെന്ന് പ്രസിഡന്റ് ജെസി റിൻസി, സെക്രട്ടറി ആൽവിൻ ഷിക്കോർ, ട്രഷറർ മനോജ് അച്ചേട്ട് എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് സെക്രട്ടറിയുമായി ബന്ധപ്പെടേണ്ടതാണ്. പ്രസ്തുത ജനറൽ ബോഡി മീറ്റിംഗിലേക്ക് എല്ലാ ഷിക്കാഗോ മലയാളി അസോസിയേഷൻ അംഗങ്ങളെയും ക്ഷണിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി. അമേരിക്കയിലെ ഏറ്റവും പുരാതന മലയാളി സംഘടനയായ 53 വർഷം പൂർത്തിയാക്കുന്ന കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് ഈ വർഷത്തെ ഓണാഘോഷവും ഓണസദ്യയും വർണ്ണാഭമായി നടത്തി. ചെണ്ടമേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ മാവേലിയെ എഴുന്നള്ളിച്ച് എൽമോണ്ടിലുള്ള വിൻസെന്റ് ഡി പോൾ മലങ്കര കത്തോലിക്ക പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഘോഷയാത്രയെ ഹർഷാരവത്തോടെയാണ് കാണികൾ സ്വീകരിച്ചത്. സമാജം പ്രസിഡന്റ് സജി എബ്രഹാം, സെക്രട്ടറി മാത്തുക്കുട്ടി ഈശോ, ട്രഷറർ വിനോദ് KRK, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വിൻസെന്റ് സെറിയക്, വൈസ് പ്രസിഡന്റ് ബെന്നി ഇട്ടിയേറ, ജോയിന്റ് സെക്രട്ടറി ജോസി സ്കറിയ, മുഖ്യാതിഥികളായ പാല MLA മാണി സി കാപ്പൻ, വേദപണ്ഡിതൻ രാജീവ് ഭാസ്കർ, സമാജം മുൻ പ്രസിഡന്റുമാരായ ഡോക്ടർ ജേക്കബ് തോമസ്, സണ്ണി പണിക്കർ, വർഗീസ് പോത്തിനിക്കാട്, ചാക്കോ കൊയ്ക്കലത്ത്, വർഗീസ് K ജോസഫ്, ഫിലിപ്പോസ് K ജോസഫ്, സിബി ഡേവിഡ്, സമാജം പ്രഥമ പ്രസിഡന്റ് പ്രൊഫസർ ജോസഫ് ചെറുവേലി, പ്രസിഡന്റ് ഫോറം കോർഡിനേറ്റർ ഷാജു സാം, കമ്മിറ്റി അംഗങ്ങളായ മാമൻ എബ്രഹാം, ബാബു പാറക്കൽ, തോമസ് വർഗീസ്, ജോയ്സൺ വർഗീസ്, ഫോമ നാഷണൽ ജോയിന്റ് സെക്രട്ടറി പോൾ P ജോസ്, ഫൊക്കാന മുൻ ചെയർമാൻ പോൾ കറുകപ്പള്ളിൽ, ഫൊക്കാന നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ ലീല മാരേട്ട്, മേരി ഫിലിപ്പ്, മേരിക്കുട്ടി മൈക്കിൾ, ഫോമ നേതാക്കളായ ലാലി കളപ്പുരയ്ക്കൽ, എബ്രഹാം ഫിലിപ്പ്, പള്ളി വികാരി ഫാദർ നോബി അയ്യനേത്ത, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവരും മറ്റ് വിശിഷ്ട വ്യക്തികളും ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. കേരളത്തനിമയെ വിളിച്ചോതുന്ന അതിമനോഹരമായ അത്തപ്പൂക്കളവും നിറപ്പറയും നിറകതിരും നിലവിളക്കും തിരുവാതിരയും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ഭരതനാട്യവും ചെണ്ടമേളവും മഹാബലിയും ഓണപ്പാട്ടുകളും 18 കൂട്ടം കറികളുമായി വിഭവസമൃദ്ധമായ രുചിയേറിയ സദ്യയും 3 കൂട്ടം പായസവും എല്ലാം അണിനിരന്നപ്പോൾ പങ്കെടുത്തവർക്ക് ഏവർക്കും ശരിയായ ഗൃഹാതുരത്വ അനുഭവം നൽകുന്നതായിരുന്നു സമാജം ഓണാഘോഷം. നാട്ടിൽ ചെറുപ്പകാലങ്ങളിൽ ഓണം കൊണ്ടാടിയ പ്രതീതി ജനിപ്പിക്കുന്നതായിരുന്നു പരിപാടികൾ മുഴുവൻ. സാധാരണയായി എല്ലാ ചടങ്ങുകളിലും നടത്താറുന്നതുപോലെ ആഘോഷം ഉദ്ഘാടനം ചെയ്ത മുഖ്യാതിഥികളായ MLA മാണി സി കാപ്പനും മുഖ്യപ്രഭാഷകനായ ശ്രീ രാജീവ് ഭാസ്കരനും മാവേലിയും സംഘടനാ ചുമതലക്കാരും മറ്റംഗങ്ങളും ട്രസ്റ്റി ബോർഡ് അംഗങ്ങളും വിശിഷ്ട വ്യക്തികളുമെല്ലാം ചേർന്ന് വേദി നിറഞ്ഞു നിന്ന് സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായി നിറപ്പറയുടെ പിന്നിൽ വെച്ച നിലവിളക്ക് കൊളുത്തിയപ്പോൾ അത് തിന്മയെ അകറ്റി നന്മ വീണ്ടും പ്രദാനം ചെയ്യുന്ന കേരള പൈതൃകത്തിന്റെ പ്രൗഢിയുടെ തനിപ്പകർപ്പായിരുന്നു. അമേരിക്കൻ നാഷണൽ ആന്തത്തിനും സോമി മാത്യു ആലപിച്ച ഇന്ത്യൻ ദേശീയ ഗാനത്തിനും ശേഷം സെക്രട്ടറി മാത്തുക്കുട്ടി ഈശോ സദസ്സിലുള്ള എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തു. പിന്നീട് സമാജം പ്രസിഡന്റ് സജി എബ്രഹാം ഏവർക്കും ഓണാശംസകൾ നേർന്ന് സമാജത്തിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ഇട്ടിയേറ മുഖ്യാതിഥിയെ സദസ്സിന് പരിചയപ്പെടുത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്സവമായ ഓണം നാട്ടിൽ 1-2 ദിവസം ആഘോഷിക്കുമ്പോൾ അമേരിക്കയിൽ ഏകദേശം 1 മാസത്തോളം മാവേലിയെ വിവിധ സ്ഥലങ്ങളിലായി സന്ദർശിപ്പിച്ചുകൊണ്ട് ഓണാഘോഷം നടത്തുന്നു എന്നത് സന്തോഷകരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മാണി സി കാപ്പൻ പറഞ്ഞു. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച തോമസ് എഡിസന്റെ ജീവിതകഥ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിച്ച് സ്നേഹവും സാഹോദര്യവും നൽകുന്നതിനൊപ്പം ഓണക്കാലത്ത് മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജിയും നൽകുന്നതായിരിക്കണം ഓണം ആഘോഷമെന്ന് മാണി സി കാപ്പൻ ഉദ്ബോധിപ്പിച്ചു. ഓണസന്ദേശം നൽകിയ രാജീവ് ഭാസ്കരൻ മലയാളിയുടെ ദേശാടനത്തിന്റെയും പ്രവാസത്തിന്റെയും പശ്ചാത്തലങ്ങൾ വിവരിച്ച് സമാജം എന്ന പൈതൃകവും പ്രൗഢിയും നിറഞ്ഞ വാക്ക് ഈ സംഘടനയ്ക്ക് തികച്ചും അനുയോജ്യമാണെന്ന സന്ദേശമാണ് പങ്കുവച്ചത്. കേരള പ്രൗഢി നിലനിർത്തി ഇനി പതിറ്റാണ്ടുകൾ മുന്നേറാൻ കേരള സമാജത്തിന് സാധിക്കട്ടെ എന്ന 53 വർഷം മുൻപ് ഇങ്ങനെയൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത പ്രൊഫസർ ജോസഫ് ചെറുവേലി സാറിനെ സാക്ഷ്യം നിർത്തി രാജീവ് ഭാസ്കരൻ ഓണസന്ദേശം നൽകിയപ്പോൾ അത് ചരിത്ര നിമിഷമായി. ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ വിൻസെന്റ് സെറിയക്കിന്റെയും കമ്മിറ്റി അംഗമായ ലീല മാരേട്ടിന്റെയും പ്രസിഡന്റ് ഫോറം കോർഡിനേറ്റർ ഷാജു സാമിന്റെയും ആശംസകൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. കലാതരംഗിണി ഡോക്ടർ റിയ ജോണിന്റെ നേതൃത്വത്തിലുള്ള കലാ ഹാർട്ട് ഡാൻസ് സ്കൂളിലെ കലാകാരിയുടെ തിരുവാതിരയും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ചേർന്ന ഫ്യൂഷൻ ഡാൻസ് അതിമനോഹരമായിരുന്നു. പ്രശസ്ത സിനിമാ നടി ആശാ ശരത്തിന്റെ ശിക്ഷണത്തിൽ ഓൺലൈനിലൂടെ ഡാൻസ് പഠിച്ചെടുത്ത 9ാം ക്ലാസ്സുകാരിയായ പുതുതലമുറ കലാകാരി കേറ്റ്ലിൻ വർഗീസിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഭരതനാട്യ പ്രകടനം ഏവരെയും അതിശയിപ്പിച്ചു.
ഫിലാഡൽഫിയയിൽ താമസക്കാരിയായ കേറ്റ്ലിൻ മാതാപിതാക്കൾക്കൊപ്പം സമാജത്തിന്റെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത് ഭരതനാട്യം അതിമനോഹരമായി അവതരിപ്പിച്ചത് തികച്ചും അഭിനന്ദനാർഹമായിരുന്നു. ഗായിക സോമി മാത്യുവും യുവഗായകനായ പ്രേം കൃഷ്ണനും അവതരിപ്പിച്ച ഓണപ്പാട്ടുകൾ ഏവർക്കും മനസ്സിന് കുളിർമ നൽകുന്നതായിരുന്നു. മുൻ പ്രസിഡന്റ് സെബി ഡേവിഡ് അവതാരകനായി പരിപാടികൾ അതിഗംഭീരമായി നിയന്ത്രിച്ചു. 50 വർഷം തുടർച്ചയായി മാവേലി വേഷം കെട്ടിയ അപ്പുകുട്ടൻ പിള്ളയ്ക്ക് ഗിന്നസ് റെക്കോർഡിൽ ഇടം ലഭിക്കാനാകട്ടെ എന്ന് എല്ലാവരും ആശംസിച്ചു. KCANA-യുടെ ചെണ്ട ടീം ശ്രവണസുന്ദര ചെണ്ടമേളം അവതരിപ്പിച്ചു. കമ്മിറ്റി അംഗമായ ഹേമചന്ദ്രനും സഹധർമ്മിണി ശ്രീദേവിയും ചേർന്നൊരുക്കിയ അതിമനോഹരമായ പൂക്കളം ഏവർക്കും നയനമനോഹരമായിരുന്നു. കമ്മിറ്റി അംഗങ്ങളായ ജോസി സ്കറിയ, തോമസ് പ്രകാശ്, ഹേമചന്ദ്രൻ, സമാജമംഗങ്ങളായ ജോർജ്, ബിഞ്ചു ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ കലവറ നിയന്ത്രിച്ച സമയാസമയം വിഭവങ്ങൾ ഇലകളിലെത്തിച്ചതിനാൽ ഭക്ഷണം കഴിച്ചവർക്കെല്ലാം സംതൃപ്തിയായിരുന്നു. ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗം കൂടിയായ ഫിലിപ്പോസ് കെ ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള ദിൽബാർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നും തയ്യാറാക്കിയ വിളമ്പിയ സ്വാദിഷ്ടമായ ഓണസദ്യ എല്ലാവരും വയറു നിറച്ച് ഭക്ഷിച്ച് തൃപ്തരായി. പ്രേംസി ജോണിന്റെ നേതൃത്വത്തിലുള്ള പട്ടുസാരികളുടെയും കാഞ്ചീപുരം ബനാറസ് സാരികളുടെയും കേരള സെറ്റ് സാരികളുടെയും സ്റ്റാളുകളിൽ നിന്നും ഏവർക്കും വിവിധയിനം ഡ്രസ്സുകൾ വാങ്ങുവാനുള്ള അവസരമായി. കഥകളിയുടെയും കേരള പ്രകൃതി മനോഹാരിതയുടെയും പശ്ചാത്തലത്തിലുള്ള ഫോട്ടോ ബൂത്തിൽ സൗജന്യമായി ജോസഫ് കുമ്പനാട് ഏവർക്കും ഫോട്ടോ എടുത്തു നൽകി. എന്തുകൊണ്ടും അതിമനോഹരമായ ഓണാഘോഷം അടുത്ത വർഷം വീണ്ടും ആഘോഷിക്കുവാൻ അവസരം ലഭിക്കട്ടെ എന്ന് പരസ്പരം ആശംസിച്ച് നിറമനസ്സോടെ ഏവരും പിരിഞ്ഞു. ന്യൂസ് ഡെസ്ക് ഇ-മലയാളി. ഇതോടെ പ്രവാസി ചാനൽ ഇ-മലയാളി.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@imalayaali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.